അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും എൻ്റെ പണിപ്പുരയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇത്ര നാളും വീഡിയോസ് എടുക്കാണ്ടിരുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ, ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണേ. അപ്പോൾ ഇനി എന്തായാലും കണ്ടിന്യൂസ് വീഡിയോസ് ഒക്കെ ഇടണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. എല്ലാം പടച്ചവൻ്റെ അനുഗ്രഹത്തിൽ നടന്നാൽ മതിയായിരുന്നു. അങ്ങനെ രാവിലെ എണീറ്റിട്ട് നേരെ നാസ്തക്കുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം തന്നെ പോയി ഫ്രിഡ്ജിൽ നിന്ന് പാലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേ. ഒരടപ്പ് മാത്രം വർക്ക് ചെയ്യുള്ളൂ കേട്ടോ, ഒരടപ്പ് വർക്ക് ചെയ്യുന്നില്ല. എന്താണെന്നറിയില്ല. എന്തായാലും വേഗം തന്നെ ചായയൊക്കെ കാച്ചി തലേ ദിവസം തന്നെ കടല വെള്ളത്തിലിട്ടുണ്ട്, അത് വേഗം കഴുകി വൃത്തിയാക്കിയിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് പൂരിയാട്ടോ. അതവിടെ കുഴച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ഞാൻ വേഗം തന്നെ അലക്കാനുള്ള തുണിയൊന്ന് അലക്കാൻ വേണ്ടി ഇടുന്നുണ്ട്. ഇവിടെ 2-3 ദിവസമായിട്ട് വെയിലുള്ളതുകൊണ്ട് തന്നെ വേഗം അലക്കാനുള്ള തുണികളൊക്കെ വേഗം അലക്കി വിരിച്ചിടാന്ന് ഓർത്തോട്ടോ. എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് ആർക്കറിയാം. അങ്ങനെ വാഷിംഗ് മെഷീനിലോട്ട് ഉള്ളവാണ്ട തുണികളൊക്കെ പിറക്കിയിട്ടതിന് ശേഷം ഞാനിതാ പൂരി പരത്താനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ പ്രസ്സിലാട്ടോ പൂരി പരത്തുന്നത്. ചിലവർ പ്രസ്സിലല്ല പരത്തുന്നത്. അങ്ങനെ പ്രസ്സൊക്കെ ഞാനൊന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വേഗം കഴുകി വൃത്തിയാക്കിയിട്ട് അതിലുണ്ടായ പേപ്പർ മാറ്റിയിട്ട് വേറൊരു പേപ്പർ വെച്ച് നല്ലോണം ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം പ്രസ് ചെയ്താലേ പൂരി ഇങ്ങനെ പൊന്തി വരുള്ളൂ. അങ്ങനെ പൂരിയൊക്കെ നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കാസ്ട്രോളും കാര്യങ്ങളൊന്നും എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് കുറച്ചധികം ലൈറ്റായി പോയിട്ടുണ്ടായിരുന്നു എണീറ്റപ്പോൾ തന്നെ. അപ്പോൾ ഇന്ന് കടല റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തക്കാളിയും സവാളയും കൂടി ഇട്ടിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് തക്കാളി ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേഗം കടല റോസ്റ്റ് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇക്കാക്കനെ പോയി വിളിക്കാൻ കേട്ടോ. കടല എനിക്ക് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് നല്ലോണം കടല ഇങ്ങനെ പോലെ വെന്ത് കിട്ടണം കേട്ടോ, എനിക്ക് അതാണ് ഇഷ്ടം. പിന്നെ ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. അധികം കടുക് ഇടുന്നത് ഇക്കാക്ക് ഇഷ്ടമല്ല കേട്ടോ, കടിക്കുന്നത് തീരെ ഇഷ്ടമല്ല. പിന്നെ ടേസ്റ്റ് വേണ്ടേ, കടുകൊക്കെ ഇട്ടാലല്ലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ സവാളയും തക്കാളിയും ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും ഇടിച്ചമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് കടല തട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടേക്കൊന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. അടുക്കളയൊക്കെ ഒന്ന് സൈഡിൽ നിന്ന് ഒതുക്കിയിട്ട് നേരെ തന്നെ തിണ്ണപ്പുറമൊക്കെ ഒന്ന് ഒതുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഗ്യാസ് സ്റ്റൗവൊക്കെ വൃത്തിയാക്കി ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പരിസരത്തോട്ട് കുറച്ച് നേരത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനത്തെ കുക്കറും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി അപ്പാപ്പ തന്നെ മാറ്റുന്നുണ്ട്. അങ്ങനെ കഴുകി കുക്കറൊക്കെ മാറ്റിയ ശേഷം ഞാൻ നേരെ പോയി ഇക്കാക്കനെ വിളിക്കാമെന്ന് കേട്ടോ ഓർത്തത്. അതിൻ്റെ ഇടയിൽ ഐനൂസ് ഇവിടെ ഭയങ്കര പണിയിലാണ്. പിന്നെ ഉമ്മറത്തെ വാലൊക്കെ ഞാൻ വേഗം പോയി തുറന്ന് നിന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം ജനാലൊക്കെ തുറന്ന് മുറ്റത്തൊക്കെ പോയിരുന്നുണ്ടായിരുന്നു. പിന്നെ ഐനൂസിൻ്റെ കുപ്പി ഒന്ന് കഴുകി അങ്ങോട്ട് ചൂടുവെള്ളത്തിലാട്ടോ ഇപ്പോൾ എടുക്കുന്നത്. കാരണം അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പണിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളത്തിൽ കഴുകി എല്ലാ ദിവസവും ഇപ്പോൾ എടുക്കുന്നുണ്ട്. പിന്നെ ഐനൂസിലുള്ള ചായയും ഞങ്ങൾക്കുള്ള ചായയും എല്ലാം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഇക്കാക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ടേബിളിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇക്കാക്ക് എടുത്ത് കഴിച്ചോളും. ഇക്കാക്ക് എടുത്തല്ല, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ. അങ്ങനെ ഇതെല്ലാം ടേബിളിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ഞാൻ ഇക്കാക്കനെ പോയി വിളിക്കാം കേട്ടോ. ഇക്കാക്കനെ കുറച്ചധികം നേരം